കേസ് പരിഗണിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? കോടതി കാണട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെ വെച്ച് കോടതി കണ്ടിട്ട് കോടതി തീരുമാനിക്കട്ടെ. ഷോൺ ജോർജ് ഈ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, സെൻസർ ബോർഡിൻ്റെ ഉള്ളടക്കം എങ്ങനെ ഒരു പാർട്ടിയുടെ ഉപാധ്യക്ഷന് കിട്ടുന്നു? രണ്ടാമത്, സെൻസർ ബോർഡ് ഇറക്കിയിട്ടുള്ള നോട്ടീസിൽ ശ്രീ ഷോൺ ജോർജ് പറയുന്ന ആ വാക്ക് പ്രതിപാദിക്കുന്നില്ല. പ്രതിപാദിക്കാത്ത ഒരു വാക്ക് എങ്ങനെ ഷോൺ ജോർജ് കിട്ടും? എനിക്ക് ബലമായിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ, സെൻസർ ബോർഡ് ഈ സിനിമ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളവരെ ഈ സിനിമ കാണിക്കുകയായിരിക്കും. ശ്രീ ഷോൺ ജോർജ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഈ ഫോൺ ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ പടത്തിൽ ഇപ്പോഴും പറയുന്നു, ഒരു മതത്തിനെയോ ഒരു വ്യക്തിനെയോ ആരെയും ഞങ്ങൾ അധിക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞ മതപുരോഹിതരെ ഒരു വാക്കുകൊണ്ട് ഞങ്ങൾ ലവ് ജിഹാദിനെ അനുകൂലിച്ച് പറഞ്ഞു, ഒരിക്കലുമില്ല. നാളെ സിനിമ കാണുമ്പോൾ പൊതുസമൂഹം അല്ലെങ്കിൽ ജുഡീഷ്യറി തീരുമാനിക്കട്ടെ. സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതൊരു കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിലേക്ക് മാറുന്നു എന്നൊരു ആരോപണമാണ്. ഞാൻ ആരോപിക്കണ്ട. ആ വീഡിയോ കണ്ട കേരള സമൂഹം പറയട്ടെ സെൻസർ ബോർഡ് ആരാ നിയന്ത്രിക്കുന്നതെന്ന്. ഹൈക്കോടതി തീരുമാനിക്കുന്നതിന് മുന്നേ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ പറയുന്നു? റിജക്റ്റ്, അത് കൊടുക്കില്ല. ഞങ്ങളുടെ സിനിമ ഒരു മതത്തെയും അവഹേളിക്കുന്നില്ല, ഒരു മതപുരോഹിതന്മാരെ അവഹേളിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി അവഹേളിക്കുന്നില്ല. നന്മ പറയുന്നു. അതിലാർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമാണ്. കോടതി എടുക്കുന്ന തീരുമാനത്തെ അത് അംഗീകരിക്കുമെന്നും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.